നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അച്ഛനും മകനും അടുത്തടുത്ത് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ഏക സാഹചര്യം BJP നേതാവ് PC ജോർജും മകൻ ഷോൺ ജോർജും പൂഞ്ഞാറിലും പാലായിലും മത്സരിക്കുന്നതാണ്. 2 പേർക്കും മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമുണ്ട്. PC ജോർജ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തി. ഇക്കുറി BJP സ്ഥാനാർത്ഥിയാകുമ്പോൾ BJPയുടെ വോട്ടുകൂടി നേടി ജോർജ് ജയിച്ചേക്കും എന്ന സാഹചര്യം പൂഞ്ഞാറിലുണ്ടായിരുന്നു. ഷോൺ ജോർജ് ആവട്ടെ കഴിഞ്ഞ 4-5 വർഷം പാലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് പാലായിൽ അത്ഭുതകരമായ അട്ടിമറിക്ക് ഒരുങ്ങുകയാണ് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഷോൺ ജോർജിൻ്റെ പാലായിലെ അധ്വാനം സമാനതകളില്ലാത്തതാണ്. പാല ലക്ഷ്യമാക്കിക്കൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിക്കുന്നു. പാലായിൽ ഷോൺ ജോർജിന് വലിയ ബന്ധങ്ങളാണുള്ളത്. പണ്ട് പൂഞ്ഞാർ മണ്ഡലത്തിലായിരുന്ന പല സ്ഥലങ്ങളും ഇപ്പോൾ പാലാ മണ്ഡലത്തിലാണ്. പാലാ മെത്രാൻ അടക്കമുള്ളവരുമായി ആത്മബന്ധം ഷോൺ ജോർജിനുണ്ട്. സഭയ്ക്ക് ഏതെങ്കിലും ഒരു ആവശ്യം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായാൽ ആദ്യം പരിഗണിക്കുന്ന പേര് ഷോണിൻ്റേതാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഓടിയെത്തിയതും അതിന് പരിഹാരം കണ്ടെത്താൻ നേതൃത്വം കൊടുത്തതുമൊക്കെ ഷോൺ ജോർജ് ആയിരുന്നു. സഭയുടെ പരോക്ഷമായ പിന്തുണയോടെയാണ് ഷോൺ ജോർജ് പാലായിൽ മത്സരിക്കുന്നതെന്നും ജോസ് കെ മാണി വിരുദ്ധ വോട്ടുകൾ അടക്കമുള്ളവ നേടി അട്ടിമറി സംഭവിച്ചേക്കും എന്നുമുള്ള വാർത്തകൾ പോലും പുറത്തു വന്നിരുന്നു. മുത്തോലി അടക്കമുള്ള BJPക്ക് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളും പാലായ്ക്കകത്താണ് എന്നതും ശ്രദ്ധേയമാണ്. ഇതേ അവസ്ഥ തന്നെയാണ് PC ജോർജിന് പൂഞ്ഞാറിലും. ജോർജിനോട് കടുത്ത വിരോധം പൂഞ്ഞാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കുണ്ടെങ്കിലും ജോർജിന് മലയോര ക്രൈസ്തവരുടെയും ഹിന്ദുക്കളുടെയും വോട്ടുള്ളത് കൊണ്ട് തന്നെ ജയിച്ചു കയറാൻ കഴിയും എന്നായിരുന്നു പ്രതീക്ഷ. നിലവിൽ സിറ്റിംഗ് MLA ആയ സെബാസ്റ്റ്യൻ കുളത്തെങ്കലിനോടുള്ള അതൃപ്തിയും UDF സ്ഥാനാർത്ഥിയുടെ പരിചയക്കുറവും ജോർജിന് ഗുണം ചെയ്യും എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. വാസ്തവത്തിൽ ഇക്കുറി ജോർജ് മത്സരിക്കാനേ ആഗ്രഹിച്ചിരുന്നില്ല. മത്സരിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു, ഇനി മകൻ മത്സരിക്കട്ടെ എന്നതായിരുന്നു ജോർജിന് നിലപാട്. ജോർജും മകനും BJPയിൽ ചേർന്നതുപോലും മകൻ്റെ രാഷ്ട്രീയ ഭാവി ലാക്കാക്കിയായിരുന്നു. ആ ചേരൽ നഷ്ടമായി എന്ന് പറയാൻ കഴിയില്ല. കാരണം BJPയിൽ ചേർന്ന ഉടൻ അതിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആവുകയും നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിത്വം നേടിയെടുക്കുകയും ചെയ്തു ഷോൺ ജോർജ്. PC ജോർജിനെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനാക്കി നിയമിക്കുമെന്നും ഷോൺ ജോർജ് പാലായിൽ മത്സരിച്ച് സർവശക്തിയും ഉപയോഗിച്ച് വിജയിക്കും എന്നുമായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയം വരെ ജോർജിന് പദവി കിട്ടിയില്ല എന്ന് മാത്രമല്ല, പൂഞ്ഞാറിൽ ഏറ്റവും കൂടുതൽ ജയസാധ്യത ജോർജിനാണെന്നും ദേശീയ നേതൃത്വം വിലയിരുത്തിയതോടെ ജോർജിന് മനസ്സോടെ മത്സരിക്കേണ്ടി വന്നു. വാസ്തവത്തിൽ ജോർജ് പൂഞ്ഞാറിലും ഷോൺ പാലായിലും മത്സരിച്ചത് 2 പേരെയും സാരമായി ബാധിച്ചു എന്ന് പറയേണ്ടി വരും. പക്ഷെ അതിനിടയിലും 2 സീറ്റിലും അത്ഭുതം സംഭവിച്ചേക്കും എന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ നീക്കിയിരുന്നത്. അതിനിടയിലാണ് നനച്ചിരിക്കാതെ FCRA വിവാദം കത്തിപ്പടരുന്നത്. FCRA നിയമത്തിലെ പരിഷ്കാരം അത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ലാക്കാക്കിയാണ് എന്ന ആരോപണവുമായി സഭ രംഗത്ത് വരുന്നു. ദീപിക നിരന്തരമായി FCRA നിയമ ഭേദഗതിക്കെതിരെ ലേഖനങ്ങളും എഡിറ്റോറിയലും എഴുതുന്നു. ഇതിനെ വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുക എന്നതായിരുന്നു ഷോൺ ജോർജിൻ്റെ നിലപാട്. സഭയുടെ കൺസേൺ തള്ളിക്കളയാതെ ആരും ആശങ്കപ്പെടേണ്ടതില്ല, പരിഹാരമുണ്ടാക്കും എന്ന ബുദ്ധിപരമായ നിലപാടായിരുന്നു ഷോൺ എടുത്തത്. എന്നാൽ PC ജോർജ് കഴിഞ്ഞ ദിവസം പടിക്കൽ കൊണ്ടുപോയി കലമുടച്ചു. ജോർജിനോട് FCRA നിയമവുമായി ബന്ധപ്പെട്ട സഭയുടെ പ്രതിഷേധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജോർജ് പൊട്ടിത്തെറിച്ചു. ചില മെത്രാന്മാർ കോൺഗ്രസ് അധികാരത്തിലെത്താൻ വേണ്ടി ഊളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2.5% പോലുമില്ലാത്ത ക്രൈസ്തവരെ BJP അനാവശ്യമായി ചുമന്നുകൊണ്ട് നടക്കുകയാണ്. BJPയുടെ ഔദാര്യത്തിലാണ് ക്രൈസ്തവർ ഇവിടെ കഴിയുന്നത് തുടങ്ങി മെത്രാന്മാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ജോർജ് പൊട്ടിത്തെറിച്ചു. മെത്രാന്മാർ വരുന്നിടത്തുള്ള വോട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് എളുപ്പമായിരുന്നു. കോൺഗ്രസ് എങ്ങനെ പിന്നെ പിണറായി വിജയൻ ഇവിടെ ഭരിച്ചത്? അപ്പം പിതാക്കന്മാരെല്ലാം കൂടെ കോൺഗ്രസിന് കൊടുത്ത് കൂടുതൽ കിട്ടിയോ വോട്ട്? അങ്ങനെ കുറേ പിതാക്കന്മാരുണ്ട്. എന്ത് ഉളത്തരം പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാർ. രാഷ്ട്രീയം BJP എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഹാലിളകുന്നത്. എനിക്ക് തലയ്ക്ക് സ്ഥിരമില്ലാഞ്ഞിട്ടാണ് എൻ്റെ അഭിപ്രായം. നീ ഇത് തന്നെ കൊടുത്തേരെ കേട്ടോ. ഈ ക്രിസ്ത്യാനി നമ്മൾ ഇവിടെ കിടന്ന് ചാടുന്നവരെ എത്ര ഉണ്ടെന്നറിയാം. ഞാൻ ഉൾപ്പെടെ ക്രിസ്ത്യാനി ഇന്ത്യ രാജ്യത്ത് 2.5% എന്നത്തെയാണ് കിടന്ന് ചാടുന്നത്. BJPയുടെ മാന്യത കൊണ്ടല്ലേ അവരെ ചുവന്നുകൊണ്ട് കിടക്കുന്നത്. ഇത്രയും കൂടെ ക്രിസ്ത്യാനി അംഗീകരിച്ചൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് ഭരിച്ചു പോലും ഇത്തരം ക്രിസ്ത്യാനി മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് ഈ പിതാക്കന്മാരൊക്കെ ഊളത്തരം പറയാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും കടുപ്പിച്ച് പറയുന്നത്. വാസ്തവത്തിൽ ഇത് ജോർജിനും മാത്രമല്ല മകൻ ഷോണിനും വിനയായി എന്നതാണ് വാസ്തവം. FCRA നിയമം ദുരൂഹമാണെന്നും
അത് ക്രൈസ്തവ സഭാകേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണെന്നും വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകി വരുമ്പോഴാണ്, അത് UDFും LDFും ഏറ്റവും വലിയ വിഷയമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോർജ് മെത്രാന്മാരെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയത്. KCBC അതിശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. മെത്രാന്മാർ ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ല, ആരുടെയും ഔദാര്യത്തിലല്ല, മര്യാദയ്ക്ക് ജീവിച്ചാൽ നല്ലതാണ്, കത്തോലിക്ക സഭയുടെ പേറ്റന്റ് അവകാശം ആർക്കും കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് KCBC വക്താവ് പ്രതികരിച്ചത്. ഓർത്തഡോക്സ് സഭയുടെ വക്താവ് പറഞ്ഞത് ജോർജിന് തോക്കിന് മാത്രമേ ലൈസൻസ് ഉള്ളൂ, നാക്കിന് ലൈസൻസ് ഇല്ല എന്നാണ്. ജോർജ് വാ തുറന്നാൽ മറ്റുള്ളവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഓർത്തഡോക്സ് സഭയും രൂക്ഷമായ വിമർശനം നടത്തി. PC ജോർജിനെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് സമൂഹത്തിൽ എല്ലാവർക്കും നല്ലപോലെ അറിയാം. അദ്ദേഹം നല്ല മനുഷ്യനാണെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന തോക്കിന് മാത്രമേ ലൈസൻസ് ഉള്ളെന്നുള്ളതാണ് പൊതുവേ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അത് എപ്പോൾ വാ തുറന്നാലും ഒന്നുകിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തും, അതല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള സംസാരങ്ങളാണ്. അപ്പം അങ്ങനെ ഒരാൾ പറയുന്നതിനോടൊക്കെ ഞങ്ങൾ എന്തിനാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അതിന് ഒറ്റ മറുപടിയായിട്ടുള്ളത്. എന്നാൽ ഷോൺ ജോർജിന്റെ നിലപാട് വ്യത്യസ്തമാണ്. സഭാ നേതാക്കളെ തള്ളിപ്പറയാതെ പിതാവിന്റെ നിലപാടിനോട് വിയോജിക്കുകയാണ് ഷോൺ ചെയ്തത്. അപ്പന്റെ നിലപാടല്ല തനിക്കെന്ന് പറഞ്ഞ് ഷോൺ തടിതപ്പാൻ ശ്രമിച്ചു. അല്ല, അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അങ്ങനെ താല്പര്യമുള്ള മെത്രാന്മാരുണ്ടെങ്കിൽ എനിക്കറിയില്ല, അത് അദ്ദേഹത്തോട് ചോദിക്കുക, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും സഭയെ ബാധിക്കുന്ന ഇത്ര ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഇത് മുതലെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കും. എന്തായാലും FCRA നിയമം BJPക്ക് തിരിച്ചടിയാവുന്ന സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ ഏറ്റവും അധികം തിരിച്ചടിയായി മാറുന്നത് ഷോൺ ജോർജിനും PC ജോർജിനുമാകും. PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും വിജയസാധ്യത ഏറി വരവേ PC ജോർജ് പഠിക്കൽ കൊണ്ടുപോയി കലമുടച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും.